ഹലോ ഫ്രണ്ട്സ്, കൊണ്ടോട്ടി സബ് ജില്ലയിൽ വെച്ച് ലിതുമോളുടെ സംസ്കൃത നാടകത്തിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടിയ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതേ നാടകവുമായിട്ട് ഞങ്ങളിതാ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് നമ്മുടെ വണ്ടൂരിൽ വെച്ചിട്ടാണ് കേട്ടോ. ലിതുമോളെ ഞങ്ങൾ നേരത്തെ തന്നെ സ്കൂൾ വാഹനത്തിൽ ടീച്ചേഴ്സിൻ്റെ കൂടെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ ഞാനും ചെറുതും കൂടെ ബൈക്കിലാണ് വന്നത്. അപ്പോൾ അവിടെ എത്തിയ പാടെ ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചെറിയൊരു ചായക്കട കയറിയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് വന്നത്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഗ്രീൻ റൂമൊക്കെ തപ്പി കണ്ടുപിടിച്ചു. അങ്ങനെ മക്കൾസിൻ്റെ അടുത്തെത്തിയിട്ട് ഇവിടെ ടീച്ചേഴ്സും പിന്നെ കുറച്ച് രക്ഷിതാക്കളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മേക്കപ്പൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവരുടെ നമ്പർ കിട്ടിയത് മൂന്നാമത്തെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മക്കളൊക്കെ ടെൻഷൻ അടിച്ച് സ്റ്റേജിൻ്റെ പിറകിലിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സും പിന്നെ ഞാനും പിന്നെ രണ്ട് രക്ഷിതാക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവർക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അവരിത് സ്റ്റേജിലേക്ക് കയറി അവരുടെ കോസ്റ്റ്യൂംസൊക്കെ ഇടുന്ന തിരക്കിലാണ്. അപ്പോൾ എനിക്ക് വാഴക്കാട് സബ് ജില്ല കലോത്സവത്തിൻ്റെ അന്ന് സ്റ്റേജിലേക്ക് കയറാനോ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ചെറിയ മോൾക്കും പനിയായിരുന്നത് കൊണ്ട് തന്നെ മോളുടെ കൂടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. അപ്പോൾ ഇത്തവണ ഞാനിതാ മോളുടെ കൂടെ സ്റ്റേജിലേക്ക് കയറി. എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മുന്നിൽ വന്നിരിക്കുകയാണ് സ്റ്റേജിൻ്റെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ടെൻഷനുണ്ട്, പ്രത്യേകിച്ച് വിദ്യ ടീച്ചർക്ക്. അങ്ങനെ മക്കളിതാ സ്റ്റേജിൽ കയറി.
മക്കൾ സബ് ജില്ലയിൽ വെച്ച് ചെയ്ത അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്തോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയിരുന്നു. എനിക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും. ഇനി അത് രാത്രിയുടെ ഭംഗിയിലായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നാടകമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. മോള് ടീച്ചേഴ്സിൻ്റെയും മറ്റു കുട്ടികളുടെ കൂടെയും ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ചെറുതിനെയും കൂട്ടി പോയി കേട്ടോ. അങ്ങനെ കൗണ്ടറുകളൊക്കെ ഇത് നല്ല അടുക്കും ചിട്ടയോട് കൂടിയാണ് ഉള്ളത്. ഞങ്ങളിത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സാമ്പാറും ചോറും ഉപ്പേരികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നല്ല ഉച്ച സമയമാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.